നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലാദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎഇയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയായ 38-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ശ്രീകൃഷ്ണപുരം സ്വദേശിയുടെ കാർ കത്തിച്ച കേസ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി തൃത്താല പോലീസ്. മലമക്കാവ് സ്വദേശി ജിതേഷാണ് പിടിയിലായത്. കാർ കത്തിച്ചത് നേരത്തെയുണ്ടായ ചില തർക്കങ്ങളുടെ പക വീട്ടാനെന്ന് പോലീസ്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ കുട്ടികൾക്കായി കരിമ്പുഴ ഭാഗത്തും തിരച്ചിൽ. കുട്ടികൾ കരിമ്പുഴ ഭാഗത്ത് എത്തിയതായുള്ള സൂചനയെ തുടർന്നാണ് പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത്. ഓണക്കാലത്ത് നേട്ടം കൊയ്ത് സപ്ലൈകോ. സെപ്റ്റംബർ 1 മുതൽ ഉത്രാട ദിവസം വരെ വിറ്റുവരവ് 123.56 കോടി രൂപ. ജില്ലാ ഫെയറുകളിൽ നിന്ന് മാത്രം 4.03 കോടിയുടെ വിറ്റുവരവ്. അനധികൃത ഖനനം. പെരിന്തൽമണ്ണ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ റവന്യൂ സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. ചെങ്കൽ കടത്തിയ 4 ടിപ്പർ ലോറികൾ പിടികൂടി. ലക്ഷ്യത്തിലെത്താതെ തൃത്താല തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. 4 പതിറ്റാണ്ട് മുമ്പ് നടപ്പാക്കിയ പദ്ധതി പ്രാവർത്തികമാക്കാൻ അധികൃതർക്കായില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎഇയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശിയായ 38-കാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇയാൾക്ക് എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ത്യയിൽ 2ാമത്തെ കേസാണിത്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശിയുടെ കാർ കത്തിച്ച കേസ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി തൃത്താല പോലീസ്. മലമൽക്കാവ് മുരുക്കുവളപ്പിൽ ജിതേഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി മലമക്കാവിൽ വച്ചാണ് പ്രതി കാറിന് തീയിട്ടത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയും അധ്യാപകനുമായ ഗിരീഷിന്റെ സ്വിഫ്റ്റ് കാറാണ് ഇയാൾ അഗ്നിക്കിരയാക്കിയത്. മദ്യപിച്ച് ലക്കുകെട്ടാണ് ജിതേഷ് കാർ കത്തിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. ഗിരീഷിന്റെ ഭാര്യ സഹോദരനുമായി ജിതേഷ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അന്ന് വാഹനം കത്തിക്കുമെന്നും മറ്റും പിടിയിലായ പ്രതി വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ ജിതേഷിന്റെ മൊഴികളിലുള്ള വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കുകയുമായിരുന്നു. തിങ്കളാഴ്ച രാത്രി 11:30യോടെയായിരുന്നു ജിതേഷ് നിർത്തിയിട്ട സ്വിഫ്റ്റ് കാർ കത്തിച്ചത്. ആനപ്പടിയിൽ താമസിച്ചിരുന്ന ഭാര്യാപിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മലമക്കാവിൽ എത്തിയതായിരുന്നു അധ്യാപകനായ ഗിരീഷ്. രാത്രി 8 മണിയോടെ സമീപത്തെ കണ്ണംകുഴിയിൽ ദിനേഷ് കുമാറിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് കാർ നിർത്തിയിട്ടിരുന്നത്. രാത്രി 11:30യോടെ കാറിൽ നിന്നും ഉയർന്ന അലാറം കേട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കാർ കത്തുന്നത് കാണുന്നത്. ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. ഇതിനിടെ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. കുട്ടികൾ കരിമ്പുഴ ഭാഗത്ത് എത്തിയതായുള്ള സൂചനയെ തുടർന്ന് പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് ഇവിടെ തെരച്ചിൽ നടത്തി. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിൽ കഴിയുന്ന 17 വയസ്സുള്ള 2 പേരും 14-കാരിയും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്നും പുറത്തു ചാടിയത്. കാണാതായ പെൺകുട്ടികളിൽ പോക്സോ അതിജീവിതയുമുണ്ട്. കുറച്ചു നാളുകളായി ഇവർ നിരന്തരം വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി നിർഭയ കേന്ദ്രം അധികൃതർ പറഞ്ഞു. കുട്ടികളെ കണ്ടെത്താൻ പാലക്കാട് ടൗൺ സൗത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തുന്നത്. പെൺകുട്ടികൾ പോകാനിടയുള്ള സുഹൃത്തുക്കളുടെ വീടുകൾ, മറ്റു സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. കുട്ടികൾ കരിമ്പുഴ കോട്ടപ്പുറം ഭാഗത്ത് എത്തിയതായുള്ള സൂചനയെ തുടർന്ന് പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ഇവിടെ തെരച്ചിൽ നടത്തി. കുട്ടികൾക്ക് പുറത്തുനിന്നും ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടികളിൽ ഒരാളെപ്പറ്റി ചില വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ഇന്നലെ നിർഭയ എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നും 3 കുട്ടികൾ മിസ്സായി. രാത്രിയോടുകൂടെ നമ്മുടെ ആര്യമ്പാവ് അതേമാതിരി കോട്ടപ്പുറം വന്ന് ഇറങ്ങി എന്നുള്ള അറിവുകൾ ഞങ്ങൾക്ക് ഏകദേശം 1 ഉച്ചയോടുകൂടിയാണ് ട്രോമ കെയറിന് ലഭിച്ചത്. അധികൃതരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വിവിധ സ്ഥലങ്ങളിലും ഇവർ ഒളിച്ച് താമസിക്കാൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും ഇവർ ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് മൂലം തിരയാണ്. നമ്മൾ ഈ കാടുകളും അതേമാതിരി എല്ലാ പുഴവക്ക്, കുളങ്ങൾ, അതേമാതിരി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ പരിശോധിച്ചു. പക്ഷെ ഇവിടെ ഒന്നും ഇവർ ഏകദേശം രാവിലെ ഒരു 11 മണിയോടെ ഇവിടുന്ന് ഈ പ്രദേശം വിട്ടു പോയിട്ടുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അറിയാൻ ലഭിച്ച കാര്യങ്ങൾ ഒരു കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. 2 കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞ വിവരം. അതുകൊണ്ട് നമ്മൾ തെരച്ചിൽ തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അനധികൃതമായി ചെങ്കൽ കടത്തിയതിന് പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 4 ടിപ്പർ ലോറികൾ താലൂക്ക് റവന്യൂ സ്ക്വാഡ് പിടികൂടി. പിടിച്ചെടുത്ത ലോറികൾ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ എത്തിച്ചു. കൂട്ടരങ്ങാടി, കുറുവ എന്നിവിടങ്ങളിൽ നിന്നാണ് അനധികൃതമായി ചെങ്കൽ കടത്തിയ ലോറികൾ പിടികൂടിയത്.
കൂട്ടിലങ്ങാടിയിൽ നിന്ന് 3 ലോറികളും കുറുവയിൽ നിന്ന് 1 ലോറിയുമാണ് പിടികൂടിയത്. തഹസിൽദാർ ഹാരിസ് കപൂറിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോറികൾ പിടിച്ചെടുത്തത്. ഡെപ്യൂട്ടി തഹസിൽദാർ ഷാഗി, വില്ലേജ് ഓഫീസർമാരായ റാഫി, അബ്ദു എന്നിവരുടെ നേതൃത്വത്തിലാണ് ലോറികൾ പിടികൂടിയത്. പിടിച്ചെടുത്ത ലോറികൾ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് മാറ്റി. അനധികൃത ചെങ്കൽ ഖനനം തടയുന്നതിന് പരിശോധന ശക്തമാക്കുമെന്ന് റവന്യൂ സ്ക്വാഡ് അറിയിച്ചു. കൊപ്പം ആമയൂരിൽ KSRTC ബസ്സിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. ആമയൂർ കമ്പനിപ്പറമ്പിൽ കുഞ്ഞനാണ് മരിച്ചത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയതായിരുന്നു കുഞ്ഞൻ. പെരിന്തൽമണ്ണയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആമയൂർ കമ്പനിപ്പറമ്പിൽ കുഞ്ഞനെ ഇടിച്ചത്. ഉടൻ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. 65 വയസ്സായിരുന്നു കുഞ്ഞന്. സർക്കാർ വീണ്ടും മണ്ണാർക്കാട് പട്ടയ മേള നടത്തുമ്പോൾ 3 വർഷം മുമ്പ് ലഭിച്ച പട്ടയത്തിലെ ഭൂമി കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് തത്തേങ്ങലം മൂച്ചിക്കുന്ന് ആദിവാസി ഗ്രാമത്തിലുള്ളവർ. അട്ടപ്പാടി താലൂക്കിലുള്ളവർക്കായി വ്യാഴാഴ്ച മണ്ണാർക്കാട് MES കലടി കോളേജിലാണ് പട്ടയമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. 2021 സെപ്റ്റംബറിൽ സംസ്ഥാന സർക്കാർ ആഘോഷപൂർവ്വം നടത്തിയ പട്ടയമേളയിലാണ് തത്തേങ്ങലം മൂച്ചിക്കൽ ഗ്രാമത്തിലെ നീലൻ, വിനോദ്, ശാന്ത, തങ്കമണി എന്നിവർക്ക് 1 ഏക്കർ വീതം സ്ഥലത്തിന്റെ പട്ടയം നൽകിയത്. പട്ടയത്തിൽ പറയുന്ന സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് പലതവണ കളക്ടറേറ്റിൽ പോയെങ്കിലും സ്ഥലം കാണിച്ചു തന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. സ്ഥലവും വീടും ഇല്ലാത്ത ഇവർ തത്തേങ്ങലത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇക്കാര്യം ഓഗസ്റ്റ് 31-ന് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയതിനെ തുടർന്ന് ഇവരുടെ സ്ഥലത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കളക്ടർ വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും കളക്ടർ എത്തിയില്ല. തുടർന്ന് നടന്ന താലൂക്ക് വികസന സമിതിയിലും ഇക്കാര്യം ചർച്ചയായെങ്കിലും പരിഹാരമുണ്ടായില്ല. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം തകർന്നു വീഴാറായ വാടക കെട്ടിടത്തിലാണ് കഴിയുന്നത്. തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട്ടുവാടക ഉൾപ്പെടെ നൽകുന്നത്. തങ്ങൾക്ക് അനുവദിച്ച സ്ഥലം കണ്ടെത്തി നൽകിയാൽ കുടിൽ കെട്ടിയെങ്കിലും കഴിയാമായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ഓണക്കാലത്ത് നേട്ടം കൊയ്ത് സപ്ലൈകോയും. സെപ്റ്റംബർ 1 മുതൽ 14-ാം തീയതി ഉത്രാട ദിവസം വരെ 123.56 കോടി രൂപയുടെ വിറ്റുവരവാണ് വകുപ്പിന് ലഭിച്ചത്. ജില്ലാ ഫെയറുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരുവനന്തപുരത്താണ്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഓണക്കാലത്ത് മികച്ച വിറ്റുവരവുണ്ടായി. ഓണക്കാലത്ത് നേട്ടമുണ്ടാക്കി സപ്ലൈകോ വിൽപ്പനശാലകൾ. സബ്സിഡി സാധനങ്ങളും സ്പെഷ്യൽ ഓഫറുകളുമായി നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള സപ്ലൈകോയുടെ ശ്രമം ഏറെക്കുറെ വിജയം കണ്ടു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 14 ഉത്രാട ദിവസം വരെ 123.56 കോടി രൂപയുടെ വിറ്റുവരവാണ് വകുപ്പിന് ലഭിച്ചത്. ഇതിൽ 66.83 കോടി രൂപ സബ്സിഡി ഇനങ്ങളുടെ വിറ്റുവരവിലൂടെ മാത്രം നേടാനായി. സബ്സിഡി ഇതര ഇനങ്ങളുടെ വിറ്റുവരവ് 56.73 കോടി രൂപയാണ്. സപ്ലൈകോ പെട്രോൾ പമ്പുകളിലെയും LPG ഔട്ട്ലെറ്റുകളിലെയും വിറ്റുവരവ് ഇതിൽ ഉൾപ്പെടില്ല. സെപ്റ്റംബർ മാസത്തിൽ 26.24 ലക്ഷം പേർ ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി സപ്ലൈകോ വിൽപ്പനശാലകളെ ആശ്രയിച്ചതായാണ് കണക്ക്. 21.06 ലക്ഷം പേർ അത്തം മുതൽ ഉത്രാടം വരെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ എത്തി. സപ്ലൈകോ 14 ജില്ലാ ഫെയറുകളിൽ നിന്നു മാത്രം 4.03 കോടി രൂപയുടെ വിറ്റുവരവ് നേടാനായി. സബ്സിഡി ഇനത്തിൽ 2.36 കോടി രൂപയുടെയും സബ്സിഡി ഇതര ഇനത്തിൽ 1.67 കോടി രൂപയുടെയും വിറ്റുവരവുണ്ടായി. ജില്ലാ ഫെയറുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരുവനന്തപുരത്താണ്. 68.01 ലക്ഷം രൂപ. സബ്സിഡി ഇനത്തിൽ 39.12 ലക്ഷം രൂപയുടെയും സബ്സിഡി ഇതര ഇനത്തിൽ 28.89 ലക്ഷം രൂപയുടെയും വിറ്റുവരവാണ് തിരുവനന്തപുരം ജില്ലാ ഫെയറിൽ ഉണ്ടായത്. തൃശൂർ, കൊല്ലം, കണ്ണൂർ ജില്ലാ ഫെയറുകളാണ് യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങളിൽ. പാലക്കാട് ജില്ലാ ഫെയറിൽ 34.10 ലക്ഷം രൂപയുടെയും കോഴിക്കോട് ജില്ലാ ഫെയറിൽ 28.68 ലക്ഷം രൂപയുടെയും വിറ്റുവരവുണ്ടായി. ഓണം ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും സെപ്റ്റംബർ 6 മുതൽ 14 വരെ ദിവസവും 2 മണിക്കൂർ വീതം സപ്ലൈകോ നൽകിയ ഡീപ്പ് ഡിസ്കൗണ്ട് സെയിലിനും ആളുകളെ ആകർഷിക്കാനായി. 4.5 പതിറ്റാണ്ടായി കർഷകർക്ക് ഉപകാരപ്രദമല്ലാതെ കിടക്കുകയാണ് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഈ പദ്ധതി ഇനിയും പ്രാവർത്തികമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പട്ടാമ്പി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിലാണ് ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചത്.
1978 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കാർഷിക മേഖലയിലേക്ക് ജലസേചനം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. 5000 ഏക്കർ കൃഷിക്ക് പദ്ധതി ഗുണകരമാവുമായിരുന്നു. എന്നാൽ 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി കർഷകർക്ക് പ്രയോജനകരമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്കായി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 1978 പ്രവൃത്തികൾ തുടങ്ങിയ പദ്ധതി 2001 ഭാഗികമായി കമ്മീഷൻ ചെയ്തത്. ഭാരതപ്പുഴയിലെ കണ്ണന്നൂർ കയത്തിൽ നിന്ന് പമ്പിംഗ് നടത്താനായി പമ്പ് ഹൗസും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു. പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 170 മീറ്റർ അപ്പുറത്തെ കനാലിലെത്തിച്ച് ജലസേചനം നടത്താനായിരുന്നു പദ്ധതി. കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി 1.5 കിലോമീറ്റർ വരെ പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്നതൊഴിച്ചാൽ പിന്നീട് ഈ പദ്ധതി നിലയ്ക്കുകയായിരുന്നു. എന്നാൽ കർഷകർക്ക് ഉപകരിക്കാത്ത ഈ പദ്ധതിക്കായി പലതവണ സർക്കാർ ഫണ്ട് അനുവദിച്ചു. നവീകരണത്തിൻ്റെയും അറ്റകുറ്റപ്പണികളുടെയും പേരിൽ ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു പദ്ധതിയായി തേനാമ്പാറ പദ്ധതി മാറിയെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആക്ഷേപം. തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന ഈ പദ്ധതി ഏകദേശം 44 വർഷത്തോളമായി ഈ പദ്ധതി പണി തുടങ്ങി. ഇതുവരെ കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം കണ്ണന്നൂർ പാടശേഖരത്തിലെ ഏകദേശം 60 ഏക്കറോളം സ്ഥലത്ത് ഈ വെള്ളമില്ലാത്ത പ്രശ്നം പറഞ്ഞ് കർഷകർ കൃഷി നിർത്തിവെച്ചു. ലാസ്റ്റ് ഈ മുണ്ടങ്ങൻ കൃഷി അവസാന ഘട്ടത്തിൽ ആണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ഇതൊരു നവംബർ ഡിസംബർ മാസത്തിലാണ്. വളരെ കുറഞ്ഞ സമയമാണ് വെള്ളം വേണ്ടുള്ളൂ. ഈ പദ്ധതി ഓരോ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ ഓരോ ഫണ്ടുകൾ വെക്കുന്നു, പണി നടക്കുന്നു. ഏകദേശം എൻ്റെ കണക്കിലൊരു 40 കോടിയൊക്കെ ആയി ഉണ്ടാവും എന്നാണ് ഏകദേശം ഒരു നിഗമനം. അത് ഇന്ന് വരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അത് ഈ കണ്ണന്നൂർ പാടശേഖരത്തേക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിൽ അതിന് വേണ്ട നടപടികൾ ഈ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ കണ്ണന്നൂർ പാടശേഖരത്തേക്ക് വേണ്ടി ഒരു 9 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതി ഇതിനോടനുബന്ധിച്ച് വെക്കലുണ്ടായി. അതായത് ഈ പദ്ധതിയിൽ നിന്ന് ഗുണം ചെയ്യുന്ന രീതിയിൽ 9 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതി വെക്കലുണ്ടായി. അത് എന്തായി എന്നുള്ളത് അതിനെപ്പറ്റി ഇപ്പോൾ ഒരു അറിവുമില്ല. നിലവിൽ ജലസേചന പദ്ധതിയുടെ ഗുണം ലഭിക്കാത്തതിനാൽ കണ്ണന്നൂർ പാടശേഖരത്ത് പോലും കർഷകർക്ക് കൃഷിയിറക്കാനാവില്ല. കഴിഞ്ഞ തവണ 55 ഏക്കറോളം സ്ഥലം കൃഷിയിറക്കാതെ കർഷകർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും അധികൃതർ കുലുങ്ങിയില്ല. വീണ്ടും മഴയെ ആശ്രയിച്ച് കൃഷി പുനരാരംഭിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. വേനലിലും വെള്ളം ലഭിക്കുന്ന തേനാമ്പാറ പദ്ധതി ഇവിടുത്തെ കർഷകരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പ്രതീക്ഷയാണ് ഇപ്പോഴും അനന്തമായി നീളുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇടവേള. മറ്റു വാർത്തകൾ. മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന പനിബാധിതരുടെ എണ്ണം കൂടുന്നു. മതിയായ ഡോക്ടർമാരില്ലാതെ രോഗികൾ കാത്തിരുന്നു വലയുന്ന സാഹചര്യമാണ് ഇവിടെ. ആശുപത്രിയിൽ ശരാശരി 300ഓളം പേരാണ് രാവിലെ ചികിത്സ തേടി എത്തുന്നത്. ഡോക്ടർമാരുടെ തസ്തികകളിൽ ഡോക്ടർമാരുണ്ടെങ്കിലും രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല. സാധാരണ ദിവസങ്ങളിൽ 2 ഡോക്ടർമാർ OPയിൽ രോഗികളെ കാണാറുണ്ട്. ഡോക്ടർമാർ ഫീൽഡ് ജോലികൾക്ക് പുറത്തു പോകുമ്പോൾ OPയിൽ ഒരു ഡോക്ടറുടെ സേവനമാണ് ലഭിക്കുക. ബുധനാഴ്ച ആശുപത്രിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരു ഡോക്ടർമാർ ആശാവർക്കർമാരുടെ റിവ്യൂവിന് പോയതിനാൽ ഒരു ഡോക്ടറാണ് OPയിൽ ഉണ്ടായിരുന്നത്. പനി, ശരീരവേദന ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകളുമായി വരുന്നവർ കാത്തിരുന്നു മടുക്കുന്ന സ്ഥിതിയാണ്. രോഗികളെ പരിശോധിക്കുകയും ലാബ് പരിശോധനാ ഫലങ്ങൾ പരിശോധിക്കുകയും സ്റ്റിച്ചിടൽ ഉൾപ്പെടെയുള്ള ജോലികളെല്ലാം ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. അത്രയും നേരം വലിയ അസ്വസ്ഥതകളുമായി വരുന്ന രോഗികളും കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. റിവ്യൂ ഉൾപ്പെടെയുള്ള ജോലികൾ ഉച്ചയ്ക്ക് ശേഷം ക്രമീകരിച്ച് രോഗികളെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. സേവന മികവിന് കായകൽപ്പ അവാർഡ് വരെ നേടിയ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവർ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. എന്ത് ചെയ്യരുത് എന്നത് ചെയ്തു കാണിക്കുന്ന സംസ്കാരമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K. രാജേഷ്. വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി BMS ശ്രീകൃഷ്ണപുരത്ത് സംഘടിപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണപുരം SPT ജംഗ്ഷനിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. തുടർന്ന് ചന്തപ്പുരയിൽ നടന്ന പൊതുസമ്മേളനം BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ദിനം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടി വരിക മെയ് ദിനമാണ്. മെയ് ദിനം ഇവിടെ ഒരു അന്തർദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്ന സമയത്ത് എന്തിനാണ്
വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ഏറ്റെടുക്കുന്നത് എന്ന് പലരും ചിന്തിച്ചു കാണാം. പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളൊക്കെ ചിന്തിച്ചു കാണാം. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ മാതിരി 1886 ചിക്കാഗോയിൽ മെയ് മാസം 3, 4, 5 തീയതികളിൽ ഹേമാർഗഡിൽ നടന്ന വെടിവയ്പ്പിന്റെ ഭാഗമായിട്ടാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഒരു ചോര പുരണ്ട ദിനമാണോ, ഒരു രക്തക്കറ പുരണ്ട ദിനമാണോ നമ്മളൊരു തൊഴിലാളി ദിനമായി ആചരിക്കേണ്ടത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തൊഴിലാളി ദിനം മെയ് 1 ആചരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു അത് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ഒരു പിന്തലമുറക്കാരാണ് ഇടതുപക്ഷത്തിന്. ഈ വലതുപക്ഷം കോൺഗ്രസ്സുകാരെന്തിനാ മെയ് 1? അവർക്ക് വേണമെങ്കിൽ രാജീവ് ഗാന്ധി ദിനം എടുക്കാം, രാഹുൽ ഗാന്ധി ദിനം എടുക്കാം, സോണിയാഗാന്ധി ദിനം എടുക്കാം. അപ്പൊ സംസ്കാരത്തിൽ ഊന്നാത്ത, ഭാരതീയ സംസ്കാരത്തിലും പൈതൃകത്തിലും ഊന്നാത്തത് ഒരു തൊഴിലാളി ദിനം ആയിട്ടാണ് മെയ് 1 നടക്കുന്നു എങ്കിൽ 1955 തുടങ്ങിയപ്പോൾ തന്നെ ദത്തപ്പൻ തേങ്കിടിച്ചിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഭാരതത്തിലൊരു തൊഴിലാളി ദിനം, ദേശീയ തൊഴിലാളി ദിനം അധികം വൈകാതെ CPM-കാരും ഇത് ആഘോഷിക്കും കേട്ടോ. നമ്മുടെ ഈ സ്ഥാപന ദിനം ഇപ്പൊ അവര് കൊണ്ടുപോകാൻ തുടങ്ങിയല്ലേ? പണ്ട് നമ്മൾ മാത്രം ഉപയോഗിച്ചിരുന്നു. ഈ സെപ്റ്റംബർ 17 അവർ കൊണ്ടുപോകും. ആലോചിച്ചിരുന്നു, നിങ്ങൾ കൃത്യമായിട്ട് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചോ, കൊണ്ടുപോയിക്കോട്ടെ, നല്ലതാ. BMS ചെർപ്പുളശ്ശേരി മേഖലാ പ്രസിഡന്റ് K. നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KP ദിവാകർദാസ്, A. ഉണ്ണികൃഷ്ണൻ, S. അമർനാഥ്, സബിത്ത്, KT ബാലകൃഷ്ണൻ, രാജേന്ദ്രൻ, റീന ഹരിദാസ്, സുജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. BMS ഷൊർണൂർ സോണിന്റെ നേതൃത്വത്തിൽ ദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വാണിയംകുളത്ത് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബൈജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BMS ഷൊർണൂർ സോണിന്റെ നേതൃത്വത്തിലാണ് ദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വാണിയംകുളത്ത് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബൈജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭരണാധികാരിയുണ്ട്, കേരളത്തിന്റെ ഭരണാധികാരി. സ്വന്തം പുത്രിക്ക് വേണ്ടിയിട്ട് വജ്രായുധമൊന്നും നിർമ്മിച്ചിട്ടില്ല. ആ പുത്രിക്ക് വേണ്ടിയിട്ട് സകലവിധ മാധ്യമങ്ങളെ തെറി പറയുന്നു, സകലവിധ ആളുകളെ തെറി പറയുന്നു. ആ പുത്രിയുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണാധികാരി നിയമത്തെയും ഭരണത്തെയും ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അധർമ്മത്തിൽ സഞ്ചരിക്കുന്ന സ്വന്തം പുത്രനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വജ്രായുധം സൃഷ്ടിച്ച വിശ്വകർമാവിന്റെ മാതൃകയാണ് ഈ ഭാരതത്തിന്റെ മാതൃക എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് കേരളത്തിലെയും ഭാരതത്തിലെയും തൊഴിലാളികൾ തയ്യാറാവേണ്ടത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി UP രാമദാസ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് VK സുജാത, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ശശി ചോറൂട്ടൂർ, P സത്യൻ, മേഖലാ ഭാരവാഹികളായ T നാരായണൻ, V പരമൻ, NV ശശി തുടങ്ങിയവരും സംസാരിച്ചു. വാണിയംകുളം നഗരത്തിൽ നടന്ന പ്രകടനത്തിന് സോമസുന്ദരൻ, രാജു തത്തനംപുള്ളി, രാമൻ തൃത്താല, C മനോജ്, T രാമദാസ്, K ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. ജീർണാവസ്ഥയിൽ കിടക്കുകയായിരുന്ന ഒറ്റപ്പാലം 2 വില്ലേജ് ഓഫീസ് സ്മാർട്ടായി. താലൂക്ക് ഓഫീസിന് സമീപത്ത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 1200 ചതുരശ്ര അടിയിലുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർക്കുള്ള മുറി, സ്റ്റോർ, റെക്കോർഡ് മുറികൾ, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എന്നിവയാണുള്ളത്. ഇതുകൂടാതെ സാധാരണ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും പുറമെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം, വിശ്രമകേന്ദ്രം, കുടിവെള്ളം, ആധുനിക രീതിയിലുള്ള ശൗചാലയം, ഭിന്നശേഷിക്കാർക്ക് റാമ്പ്, പ്രത്യേക ശൗചാലയം എന്നിവയും കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വില്ലേജ് ഓഫീസ് 2018-19 വർഷങ്ങളിലുണ്ടായ പ്രളയത്തെ തുടർന്നാണ് കൂടുതൽ അപകടാവസ്ഥയിലായിരുന്നത്. നേരത്തെ റവന്യൂ വകുപ്പിന്റെ മറ്റൊരു സ്ഥലത്ത് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നടക്കാതെ പോവുകയായിരുന്നു. നിലവിൽ തിരഞ്ഞെടുപ്പ് അനക്സ് കെട്ടിടത്തിലാണ് 2 വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. K. പ്രേംകുമാർ MLA അധ്യക്ഷനാകും. മന്ത്രി MP രാജേഷ് വിശിഷ്ടാതിഥിയാകും. പോയ കാലത്തിൻ്റെ ശേഷിപ്പുകൾ സംരക്ഷിക്കാൻ സമയമില്ലാത്ത സമൂഹമായി ഇന്നത്തേത്. അലനല്ലൂർ കണ്ണംകുണ്ട് ഭാഗത്തെ സംസ്ഥാന പാതയോരത്തുണ്ടായിരുന്ന കരിങ്കല്ലത്താണിയുടെ സ്ഥാനം ഇപ്പോൾ പെരിന്തൽമണ്ണ റോഡരികിലെ കാട്ടിലാണ്. കരിങ്കല്ലത്താണികൾ അഥവാ ചുമട് താങ്ങികൾ പണ്ടത്തെ ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നെന്ന് പഴമക്കാർ ഓർക്കുന്നു.
ഒരുപാട് തലമുറകൾക്ക് അത്താണിയായി ഇതങ്ങനെ തല ഉയർത്തി കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയോരത്ത് അലനല്ലൂർ കണ്ണംകുണ്ട് ജംഗ്ഷനിൽ നിന്നിരുന്നു. എന്നാൽ അവ്യക്തമായ കാരണത്താൽ അത്താണിയുടെ സ്ഥാനം ഇപ്പോൾ പെരിന്തൽമണ്ണ റോഡരികിൽ ഈ കുറ്റിക്കാട്ടിലായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ തലച്ചുമടായി നീക്കം ചെയ്തിരുന്ന ചരക്കുകൾ ഇറക്കിവെച്ച് വിശ്രമിക്കാനാണ് കരിങ്കലത്താണികൾ അഥവാ ചുമട് താങ്ങികൾ നാട്ടിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്നതെന്ന് പഴമക്കാർ ഓർക്കുന്നു. അതിലൊന്നാണ് അലനല്ലൂരിലേതും. പോയ കാലത്തിൻ്റെ ചരിത്രം കുട്ടികൾക്ക് പകർന്നു നൽകുമ്പോൾ കാലം കാത്തുവച്ച ഒരു ശേഷിപ്പും സംരക്ഷിക്കാൻ ഇന്നത്തെ ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ലെന്ന് സാഹിത്യകാരനായ മധു അലനല്ലൂർ പറഞ്ഞു. കൃത്യമായിട്ട് അലനല്ലൂർ അങ്ങാടിയിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു അത്താണി എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അന്ന് ഞാൻ ആ നിവേദനം കൊടുത്ത സമയത്ത് ഞാനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നത്. ആ കൊടുത്ത സമയത്ത് ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ല, PWD വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആര് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതിനൊക്കെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കുട്ടികൾക്ക് പഠിക്കാവുന്ന 2 ഹൈസ്കൂളുകൾ, വലിയ മൈതാനങ്ങളൊക്കെ ഉള്ള 2 ഹൈസ്കൂളുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അതിലേക്കെങ്കിലും ഇവയൊക്കെ മാറ്റിയിട്ട് സംരക്ഷിച്ച് കുട്ടികൾക്ക്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളൊരു അവബോധം ഉണ്ടാക്കാൻ കഴിയണം. 5 അടിയിലധികം നീളവും 1.5 അടിയോളം വീതിയിലുമുള്ള 5 കല്ലുകളാണ് നീക്കം ചെയ്തത്. പല ചരിത്ര നിർമ്മിതികളെയും കണ്ടില്ലെന്ന് നടിച്ച് ഇല്ലാതാക്കുന്ന ഈ സമൂഹത്തിൽ അലനല്ലൂരിലെ കരിങ്കലത്താണിക്കും കൂടുതൽ ആയുസ് ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാസങ്ങൾക്ക് മുന്നേ കൊണ്ടുതള്ളിയ കല്ലുകൾക്ക് മുകളിൽ ഇപ്പോൾ കാട് കയറി. വൈകാതെ മണ്ണും മൂടാം. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുനടാൻ കാരണം എനിക്ക് തോന്നുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തെ ഭാഗമായിട്ട് കൊണ്ടുനടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് എന്നുള്ളത്. അത് തന്നെ കൃത്യമായൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴും നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നത് റിലയൻസിൻ്റെ ഒരു ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം അവിടെ വന്നിട്ടുണ്ട്. അവരൊരു ഇരുമ്പിൻ്റെ കസേരയും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കാം ഈ സാധനം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് ഇവിടെ കൊടുന്നിട്ടിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഉമ്മർ യോഗം ഉദ്ഘാടനം ചെയ്തു. അടുത്ത ജനുവരിയിലാണ് പെരിന്തൽമണ്ണയിൽ കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഉമ്മർ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK മധു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. റിയാസ്, ട്രഷറർ NC ഫിറോസ്, സംസ്ഥാന നേതാക്കളായ നാസർ ബാബു, റസാഖ്, മൻസൂർ, ഫൈസൽ, ജില്ലാ ഭാരവാഹികളായ NK ജാഫർ, KK മൊയ്തീൻ, PK ഷംസുദ്ദീൻ മുഹമ്മദ്, OV താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന നേതാക്കളായ KP ബാവ, C. വിജയേട്ടൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ബ്ലോക്ക്, താലൂക്ക് നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. 2025 ജനുവരി 28 ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളന കവാടത്തിന് മരണപ്പെട്ട VP കുട്ടിയാമുവിന്റെ പേരും സമ്മേളന ഹാളിന് MK മുഹമ്മദിന്റെയും പേരുകൾ നാമകരണം ചെയ്യാനും യോഗം തീരുമാനിച്ചു. 4 വയസ്സുള്ള ഹവ്വ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് നിമിഷങ്ങൾ കൊണ്ട്. 41 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ, 36 ദേശീയ പതാകകൾ, 20 അന്താരാഷ്ട്ര നാണയങ്ങൾ എന്നിവ കാണാതെ പറയും ഹവ്വ. പുല്ലശ്ശേരി മഠത്തിൽക്കുണ്ട് കല്ലടി തെക്കേത്തൊടി നൌഷാദിൻ്റെയും കണ്ടമംഗലം കാരക്കുളവൻ സൈഫുന്നീസയുടെയും 2 മക്കളിൽ മൂത്ത കുട്ടിയാണ് ഹവ്വ. 41 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ, 36 ദേശീയ പതാകകൾ, 20 അന്താരാഷ്ട്ര നാണയങ്ങൾ, ഇന്ത്യൻ വ്യക്തിത്വങ്ങൾ എന്നിവ തിരിച്ചറിയുകയും 22 ജനറൽ നോളജ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുമാണ് 4 വയസ്സുള്ള ഹവ്വ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഭഗത് സിംഗ്, രാജീവ് ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, CV രാമൻ, മൻമോഹൻ സിംഗ്, മദർ തെരേസ, ഹോമി ബാബ, K. ശിവൻ. മണ്ണാർക്കാട് പുല്ലശ്ശേരി മഠത്തിൽക്കുണ്ട് കല്ലടി തെക്കേത്തൊടി നൌഷാദിൻ്റെയും കണ്ടമംഗലം കാരക്കുളവൻ സൈഫുന്നീസയുടെയും 2 മക്കളിൽ മൂത്ത കുട്ടിയാണ് ഹവ്വ നൌഷാദ്.
നിലവിൽ റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളിൽ LKG വിദ്യാർത്ഥിനിയാണ്. ഈ ചെറുപ്രായത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേര് കൂട്ടിച്ചേർത്ത ഹവയെ വിവിധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും അഭിനന്ദിച്ചു. CPM അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ NGO യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന E. പത്മനാഭനെ പെരിന്തൽമണ്ണയിൽ അനുസ്മരിച്ചു. മിനി സിവിൽ സ്റ്റേഷനിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം നടത്തി. NGO യൂണിയൻ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന E. പത്മനാഭന്റെ 34ാം ചരമവാർഷിക ദിനമായിരുന്നു സെപ്റ്റംബർ 18. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും E. പത്മനാഭൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ മിനി സ്റ്റേഷനിൽ ഏരിയ പ്രസിഡന്റ് CT വിനോദ് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് NK ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. E. പത്മനാഭൻ ജീവനക്കാരുടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിലും തൊഴിലാളികളുടെ ഐക്യം കെട്ടിപ്പടുക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ച നേതാവാണെന്ന് ജില്ലാ പ്രസിഡന്റ് NK ശിവശങ്കരൻ പറഞ്ഞു. ജീവനക്കാർക്ക് പൊതുസംഘടന ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി 1959 അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ E. പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും അതിൻ്റെ ഭാഗമായി 1962 കേരള NGO യൂണിയൻ രൂപീകരിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജീവനക്കാർക്കും ഒരു പൊതുസംഘടന എന്ന സങ്കല്പത്തിലേക്ക് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് E. പത്മനാഭൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സംഘടനാ ഭേദമെന്ന് അദ്ദേഹത്തെ ഒരിക്കലും മറന്നുകൂടാത്തൊരു പേരാണെന്ന് പറയാൻ കാര്യം. ഏരിയ സെക്രട്ടറി P. നിഖിൽ, ജോയിന്റ് സെക്രട്ടറി P. രാമനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ കടമ്പൂർ പനയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12ാം വർഷവും പാലട പ്രഥമൻ ഒരുക്കി. 1050-ലധികം ലിറ്റർ പാൽ ഉപയോഗിച്ചാണ് പായസമുണ്ടാക്കിയത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ജീവനക്കാരും ചേർന്നാണ് പാലട പ്രഥമൻ തയ്യാറാക്കിയത്. വിതരണോദ്ഘാടനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P. ജയപ്രകാശ് നിർവഹിച്ചു. കടമ്പൂരിൻ്റെ പേര്, നമ്മുടെ ഭഗവതിയുടെ പനയൂർക്കാവിൻ്റെ പേര് നമ്മുടെ ഈ നാട് കടന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ പാലട പായസം 13 വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ചുകൊണ്ട് പാലട നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ടാവും. എങ്കിലും നമ്മളിതൊരു പ്രസാദം എന്നത് കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ആദ്യമായി MPOX സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയായ 38-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ശ്രീകൃഷ്ണപുരം സ്വദേശിയുടെ കാർ കത്തിച്ച കേസ്, പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി തൃത്താല പോലീസ്. മലമൽക്കാവ് സ്വദേശി ജിതേഷാണ് പിടിയിലായത്. കാർ കത്തിച്ചത് നേരത്തെയുണ്ടായ ചില തർക്കങ്ങളുടെ പക വീട്ടാനെന്ന് പോലീസ്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ കുട്ടികൾക്കായി കരിമ്പുഴ ഭാഗത്തും തിരച്ചിൽ. കുട്ടികൾ കരിമ്പുഴ ഭാഗത്ത് എത്തിയതായുള്ള സൂചനയെ തുടർന്നാണ് പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത്. ഓണക്കാലത്ത് നേട്ടം കൊയ്ത് സപ്ലൈകോ. സെപ്റ്റംബർ 1 മുതൽ ഉത്രാട ദിവസം വരെ വിറ്റുവരവ് 123.56 കോടി രൂപ. ജില്ലാ ഫെയറുകളിൽ നിന്ന് മാത്രം 4.03 കോടിയുടെ വിറ്റുവരവ്. അനധികൃത ഖനനം. പെരിന്തൽമണ്ണ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ റവന്യൂ സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. ചെങ്കൽ കടത്തിയ 4 ടിപ്പർ ലോറികൾ പിടികൂടി. ലക്ഷ്യത്തിലെത്താതെ തൃത്താല തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. 4 പതിറ്റാണ്ട് മുമ്പ് നടപ്പാക്കിയ പദ്ധതി പ്രാവർത്തികമാക്കാൻ അധികൃതർക്കായില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.